ನಮಸ್ಕಾರ. ಕುಂಬಳಾಜಿ ಗ್ರಾಮದ ಕೊಡಿಪ್ಪಳ ಶ್ರೀ ಚಿರುಂಬಾ ಭಗವತಿ ಕ್ಷೇತ್ರದ ನವೀಕರಣದ ಅಂಗವಾಗಿ ಧ್ವಜಸ್ತಂಭದ ಪ್ರತಿಷ್ಠಾಪನೆಗಾಗಿ ಇವತ್ತು ನಾವು ಚುಳ್ಳಿಕೆರೆಯ ಪಣೇಂಗರ ಎಂಬಲ್ಲಿಂದ ತೇಗದ ಮರವನ್ನು ಕಡಿಯುವುದಕ್ಕಾಗಿ ಇಲ್ಲಿ ಬಂದಿದ್ದೇವೆ. ಈ ಮರ ಧ್ವಜಸ್ತಂಭಕ್ಕಾಗಿ ನಾವು ಕಂಡುಕೊಂಡಿರುವಂಥ ಮರ. ಇವತ್ತು ಶ್ರೀ ಚಿರುಂಬಾ ಭಗವತಿ ಕ್ಷೇತ್ರದ ನವೀಕರಣ ಸಮಿತಿಯ ಪದಾಧಿಕಾರಿಗಳು, ಭರಣ ಸಮಿತಿಯ ಪದಾಧಿಕಾರಿಗಳು ಮತ್ತು ಆಚಾರ ಸ್ಥಾನಿಕರು ಎಲ್ಲರೂ ಸೇರಿಕೊಂಡು ಶ್ರೀ ಕ್ಷೇತ್ರದಲ್ಲಿ ಪ್ರಾರ್ಥನೆಯನ್ನು ಸಲ್ಲಿಸಿ 9:30 ಹೊತ್ತಿಗೆ ನಡೆಯುವಂಥ ಸುಮುಹೂರ್ತದಲ್ಲಿ ಈ ಮರವನ್ನು ಕಡಿಯುವಂಥ ಉದ್ದೇಶದಿಂದ ಇಲ್ಲಿ ಬಂದು ಸೇರಿದ್ದೇವೆ. നമുക്ക് മനസ്സാരെ ധ്യാനിച്ചുകൊണ്ട് പല വർഷങ്ങളായി ഞങ്ങളൊരു കൊടിമരത്തിന് വേണ്ടിയിട്ട് പരിതപിക്കുന്നുണ്ടത്. അത് ഇന്ന് ആ മുഹൂർത്തം കൂടി വന്ന് അങ്ങനെ ശ്രീരുംബാഗവതി ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാര ക്ഷേത്രത്തിൽ പ്രാർത്ഥന കഴിഞ്ഞിട്ട്, ആ ധൂമാവതി അമ്മയുടെ പ്രാർത്ഥന കഴിഞ്ഞിട്ട്, ക്ഷേത്രതലയിൽ വെച്ച് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഒരു 100ഓളം പേരിന്ന് നമ്മൾ ചുള്ളിക്കര എന്ന സ്ഥലത്തിലേക്ക് കൊടിമരത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ യാത്ര ചെയ്യുന്നുണ്ട്. ആ യാത്ര ഇന്ന് ചുള്ളിക്കരയ്ക്ക് എത്തിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഏതാനും വിഷയത്തിൽ ആ മുഹൂർത്തങ്ങൾ കൂടി വരും. മുഹൂർത്തങ്ങൾ കൂടി വരുമ്പോൾ നമ്മൾ വിശ്വകർമാൻ്റെ ഇതുപോലെ അതിന് മരം മുഹൂർത്തമാക്കിയിട്ട് ആ മരത്തിൻ്റെ കാര്യങ്ങൾ ഇതാക്കിയിട്ട് ഞങ്ങൾ കൊടിമരത്തിൻ്റെ ആ മരം ശേഖരിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് പുറപ്പെടും. അതുകൊണ്ട് ഒരു 3-4:30 മണിയാകുമ്പോൾ ക്ഷേത്രത്തിൻ്റെ നാട്ടിൽ എത്തും. അത് എല്ലാ നാട്ടുകാരും അറിഞ്ഞിരിക്കട്ടെ.
ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കുകയാണ്. കൊടിപ്പള്ളം ചീറുമ്പ നാൽവർ ഭഗവതി ക്ഷേത്രത്തിന്റെ ഭരണസമിതി അംഗങ്ങളും നാട്ടുകാരും കൊയ്മകളും അതുപോലെ ആചാരസ്ഥാനികന്മാരൊക്കെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വലിയ ക്ഷേത്രത്തിന്റെ പഴയകാല സമ്പ്രദായങ്ങളിൽ അന്ന് ആ ക്ഷേത്രത്തിന് കൊടിമരം ഇല്ലാത്ത ഒരു ക്ഷേത്രമായിരുന്നു അത്. പാലക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്രം പോലുള്ള ചീറുമ്പ ഭഗവതി ക്ഷേത്രങ്ങളിലെല്ലാം ഉത്സവത്തിൽ കൊടിമരം കൊടിയേറ്റിയിട്ടാണ് ഉത്സവം കഴിക്കാറുള്ളത്. പക്ഷേ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പഴയ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കൊടിമരം സ്ഥാപിക്കാൻ പൂർവിക ഗുരുക്കന്മാർക്കും ആചാരക്കാർക്കും സാധിച്ചിട്ടില്ല എന്നൊരു വസ്തുത മുന്നിൽ കണ്ടുകൊണ്ടാണ് സ്വർണ്ണപ്രശ്ന ചിന്തയിൽ ഇങ്ങനൊരു കുറവ് ദേവസ്ഥാനത്തിനുണ്ട് എന്നും അതിന്ന് പൂർത്തീകരിക്കുക എന്നാണ് ഇവിടെ കൂടിയിരിക്കുന്ന മഹാജനങ്ങളുടെ അഭിലാഷത്തിനനുസൃതമായി ഇന്ന് തീർന്നിരിക്കുന്നത്. തീർച്ചയായും ഈ സന്ദർഭത്തിൽ ഇങ്ങനെയൊരു ക്ഷേത്രത്തിന് കൊടിമരം സ്ഥാപിച്ചെടുക്കുക എന്നത് വളരെ ദൗത്യമുള്ള വളരെയധികം വിലപ്പെട്ടൊരു കാര്യമാണ്. തീർച്ചയായും അത് നടക്കട്ടെ എന്ന് ചീറുമ്പ നാലൂർ ഭഗവതിയോടും അതുപോലെ തന്നെ ആ നാട്ടിലെയും ഈ നാട്ടിലെയും പ്രദേശത്തുള്ള എല്ലാ ഉപദേവന്മാരുടെയും പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ഭക്തി നിർഭരമായ ഒരു ചടങ്ങാണെന്ന് രാവിലെ മുതൽ നടത്താൻ സാധിച്ചിട്ടുള്ളത്. ചീറുമ്പ ഭഗവതി സ്റ്റാൻഡ്, അതായത് പൊടിപ്പള്ളത്തെ ക്ഷേത്രത്തിലെ അവിടുത്തെ വലിയക്കാരും അതുപോലെ തന്നെ കമ്മിറ്റി ഭാരവാഹികളും കോയ്മയൊക്കെ അമ്മയുടെ തിരുമുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച് ഇവിടത്തേക്ക് ഭക്തിയാദർപൂർവം എന്തോ ഒരു ശക്തി നമ്മുടെ ശരീരത്തിൽ എന്ന ബോധ്യത്തോടുകൂടിയാണ് മുഴുവൻ ഭക്തജനങ്ങളും ഈ സ്ഥലത്തെത്തി ഇതിന്റെ തച്ചുശാസ്ത്ര പ്രകാരമുള്ള കണക്കുകളൊക്കെ ആക്കി ജന്മത്തിൽപ്പെട്ട ആശാരിയെ കൊണ്ട് ഇതിന്റെ മരം മുറിപ്പിക്കുന്നുള്ളത്. തീർച്ചയായും ഭക്തി നിർമ്മലമായ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. തളിപ്പറമ്പ് അമ്പലത്തിന്റെ പണിയേറ്റം കുഴിശ്ശേരി. ഇത് 47ാമത്തെ കൊടിയേറാണ്. കൊടിയേറ് മുറിക്കൽ, ഉയർത്തൽ, സ്റ്റേജ് കെട്ടിക്കൊടുക്കൽ, ഇങ്ങനെ വർക്കേറ്റം കുഴിശ്ശേരി. 90ഓളം കൊടിമരം ഉയർത്തി. കർണാടക, കണ്ണൂർ, പിന്നെ വയനാട്, കോഴിക്കോട് ജില്ലകളിലെ ഏറ്റവും കൂടുതൽ പണി. ഇത് മുറിക്കുന്നത് 47ാമത്തെ മരമാണ്.
ഇനിയിപ്പം 7-ാം തീയതി ഒന്ന് മുറിക്കാണ്ട് മട്ടന്നൂരിൽ. കുടിപ്പള്ളം ശ്രീ ചിരുമ്പാ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള കുടിമര യാത്ര ഏതാനും നിമിഷത്തിനകം ചുള്ളിക്കലിൽ നിന്ന് പുറപ്പെടുന്നതായിരിക്കും. ഭക്തജനങ്ങളെല്ലാം നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മുഹൂർത്ത സമയത്ത് തന്നെ കുടിമരത്തിൻ്റെ മുറിക്കൽ കർമ്മം കഴിഞ്ഞിരുന്നു. ഇപ്പോൾ അതിനെ അലങ്കരിച്ച് ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നതാണ്. ഈ വന ഘോഷയാത്രയ്ക്ക് സ്വീകരണം മുള്ളേരിയ, നാരമ്പാടി, മാർപ്പനടുക്ക, കറുവത്തടുക്ക വഴിയാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. എല്ലാ ഭാരവാഹികളും എല്ലാ അച്ഛന്മാർക്കും എൻ്റെ ഒരു സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു 4-5 കൊല്ലം മുന്നേയും ഞങ്ങൾ ഇങ്ങനെ ഒരു അകൽപ്പാടിലുള്ള ഒരു കൊടിമരത്തിന് ഞങ്ങൾ ഒരു സ്വാഗതം ചെയ്തിന്. ആ ഒരു അവസരം കൂടി, ആ ഒരു ഭാഗ്യം കൂടി എനിക്ക് ഇന്നലെ നമ്മളെ ഇയാൾ തന്നു, നമ്മളെ വസന്തട്ടൻ. അവർ ഇന്നലെ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളൊന്ന് സ്വീകരണം വരുമ്പോൾ ചെയ്യാം. അപ്പൊ ആദ്യം ആൾ സമ്മതിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ അച്ഛന്മാരോ കമ്മിറ്റിമാരോടൊന്ന് ചോദിച്ചിട്ട് നിങ്ങളൊന്ന് പറഞ്ഞോളൂ, നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് നമുക്ക് നമ്മളെ അമ്പലം കഴിയുന്നത്ര പെട്ടെന്ന് നല്ല രീതിയിൽ നമ്മളിപ്പോൾ ആദൂരിൽ എങ്ങനെ നടക്കുന്ന അതിനാട്ടി വിശേഷമായിട്ട് കഴിയുന്നത്ര പെട്ടെന്ന് ഞങ്ങളെ ഒരു അമ്പലം ജീർണോദ്ധരായിട്ട് നമുക്കെല്ലാം നിങ്ങളെ ഒരു ആശീർവാദം തരണം. നിങ്ങളെല്ലാ സഹകരണം നമുക്ക് വേണം. ഇത് നമുക്കൊരു വലിയൊരു ഇതായിട്ട് ഇത് നമുക്ക് തോന്നുന്നു. അതിങ്ങനെ നമ്മൾ വിളിച്ചിട്ട് സ്വീകരിക്കുന്ന തന്നെ നല്ലൊരു ഇതാണ്. അത് അമ്മന്റെ ഒരു കടാക്ഷമാണ്. അങ്ങനെ ഞങ്ങൾക്ക് അമ്മ രണ്ടും പറഞ്ഞു. പിടിപ്പക്ക ചിരുമ്പാ ഭഗവതി ക്ഷേത്രത്തിലൊക്കെ കൊടിമരത്തിന് പെട്ടെന്ന് ഞങ്ങൾ കൊണ്ടുപോകണം ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളെ സ്വീകരണത്തിന് ഞങ്ങൾ അമ്മ സ്വീകരിച്ച പോലെ ഞങ്ങൾ സ്വീകരിച്ചിട്ട് നിങ്ങളെ ഈ സംസാരത്തിന് കുടുംബത്തിന് ആരോഗ്യ സുഖസമ്പത്തും കൊടുത്തിട്ട് നമ്മളെ ആദ്യത്തെ ബ്രഹ്മോത്സവത്തിന് കഴിഞ്ഞ സഹകരണം ഞങ്ങൾക്ക് ചെയ്തിട്ട് നിങ്ങൾ അനുഗ്രഹിക്കണം. ഞങ്ങൾ ചെയ്ത സേവനം ഞങ്ങൾ ഒരിക്കലും മറക്കലാണ്.
ശ്രീ ചീരുമ്പ ഭഗവതി ക്ഷേത്രം പൊടിപ്പടത്തിലേക്കുള്ള കൊടിമര എഴുന്നള്ളത്ത് ഒടയഞ്ചാല് ചുള്ളിക്കരയിൽ നിന്ന് മുള്ളേരിയ വയ്യ ബോയിക്കാന മുള്ളേരിയ വയ്യായിട്ട് നാരമ്പാടിയിൽ സ്വീകരണയേറ്റ് വാങ്ങിക്കൊണ്ട് മാർപ്പിണെടുക്ക ജയനഗര ഭജനാ മന്ദിരത്തിൽ സ്വീകരണയേറ്റ് വാങ്ങിക്കൊണ്ട് ഉബ്രങ്കള പ്രാദേശിക സമിതിയിൽ വന്നിട്ട് എത്തിയിരിക്കുന്നു. ഈ സ്വീകരണം തന്ന എല്ലാവർക്കും ചീരുമ്പ ഭഗവതി ഭരണസമിതിയുടെ പേരിലും നവീകരണ സമിതിയുടെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതിന് ആകർഷിക്കുന്നുണ്ട്. അപ്പൊ അതിന് ഓർക്ക് ഇതിനും മുകളിലോട്ട് നല്ല പ്രവർത്തനത്തിനും നല്ല ആരോഗ്യത്തിനും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ആ അമ്മ നല്ല രീതിക്ക് അവർക്ക് മുമ്പോട്ടേക്ക് അവർക്ക് പോകുന്ന എല്ലാ ശക്തികളെല്ലാം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങള് മഹാപ്രാർത്ഥനയോട് രാവിലെ ഭണ്ഡാര ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടതാ ഞങ്ങള് വീടമന്ദിരം പ്രാർത്ഥിച്ചു. അത് നല്ല വയ്യാഴ്ചയിലെ ജോഡമ്പലത്തിലെ വയ്യാഴ്ച നേരിട്ട് ഞങ്ങളെ ചുള്ളിക്കര രാജപുരം എന്നുള്ള പുണ്യസന്നിധിയിലേക്ക് എത്തി. ആ കൊടിമരത്തിന് എല്ലാ വിശ്വകർമ്മയോട് നടക്കേണ്ടതായ കാര്യങ്ങളെല്ലാം നടന്നു. ആ കൊടിമരം കൊത്താൻ മുഹൂർത്താക്കി ഏതൊരു വിഘ്നങ്ങളും നല്ല മുഹൂർത്താണ് ഞാൻ കണ്ടത്. അതുപോലെ തന്നെ ആ മരം കൊത്തിയിട്ട് ഏതൊരു വിഘ്നമില്ലാതെ എല്ലാ കാര്യവും ഇതാക്കിയിട്ട് തിരിച്ച് ആ ശുഭനേത്രയുടെ മന്ദിരം കൊണ്ട് ഞങ്ങൾ വെച്ചിട്ടുമായി. അപ്പൊ അഹോരാത്രി ഇനി പണിയെടുത്ത് എത്രയോ ആൾക്കാരുണ്ട്. ഈ കൊടിമരം കണ്ടെത്താൻ ഉപയോഗിച്ച കുറെ ആൾക്കാരുണ്ട്. കുറെ കൊല്ലങ്ങളായി ഞങ്ങൾ വരുന്നത്. അപ്പൊ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അമ്മ ഒരു വഴി കാണിച്ചു തന്നെ ഞങ്ങൾക്ക് നല്ലൊരുമായ നേരത്തെ ഒരു വഴി കാണിച്ചു തന്നെ. ഇനി അഹോരാത്രി പ്രാർത്ഥിച്ച നമ്മുടെ സമുദായത്തിൽ വന്ന പ്രധാനപ്പെട്ട പ്രാർത്ഥിച്ച ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന അച്ഛന്മാര്, മറുക്ഷേത്രത്തിലെ അച്ഛന്മാര്, അതുപോലെ തന്നെ എത്രയോ ഞങ്ങൾക്ക് പ്രാർത്ഥിച്ച സമുദായ ബന്ധുക്കള്, മറ്റ് ബന്ധുക്കള്, സമുദായം അല്ലാതെ എല്ലാം ഹൈന്ദവ സമുദായത്തിലും ഹൈന്ദവ അല്ലാതെ മതേതരമായ എല്ലാ ആൾക്കാരും ഞങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ വരുമ്പോ പ്രധാനപ്പെട്ട സ്വീകരണം നടന്നതില്ലെങ്കിൽ നമ്മൾ ഏറാറ് കുറ്റിക്കോല് കടക്കത്തിൽ സ്വീകരണം നൽകി അവർക്കും അമ്മ അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ വീണ്ടും നേരെ വന്ന് ഞങ്ങൾ മുല്ലേരട്ടമിലേക്ക് ആ മുല്ലേരട്ടമിലെ ഏറെ വലിയ ഒരു സ്ഥാപനമാണ് മുല്ലേറ്റ് വെച്ചിട്ട് അവർ വലിയ നല്ല ഭക്തിപൂർവകമായിട്ട് ഞങ്ങൾ പലഹാരവും തന്നിട്ട് ആ ഇതിനെ സ്വീകരിച്ച് അവർക്കും അമ്മ അനുഗ്രഹവും നല്ല തന്നിട്ട് അവരുടെ കുടുംബത്തിലേക്ക് ആയുസ് ആരോഗ്യവും നിത്യ ശാന്തിയും സമാധാനം അവരുടെ കുടുംബത്തിലേക്ക് കൊടുക്കട്ടെ എന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരെ ഞങ്ങൾ വന്ന നാരമ്പാടി ആ ഉമാമേശ്വര സന്നിധി നല്ലതായ ഒരു സ്വീകരണം ഞങ്ങൾക്ക് കിട്ടി. ആടിയാൻ തന്നെ ആ ജീർണോദ്ധരണക്കാരൻ നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ കുറെ ആൾക്കാർ പോയിട്ട് അവിടെ ഇതാക്കാനുണ്ട്, ക്ഷമത നടക്കാനുണ്ട്. അതിന് അതുപോലെ തന്നെ അവർക്കും നല്ലതായ ഒരു ഇത് ഞങ്ങൾക്ക് ഇവിടെ കിട്ടാറുണ്ട്. അവർ തന്നെ ആ സ്വീകരണത്തിന് അമ്മ നല്ല അനുഗ്രഹം കിട്ടിയെന്ന് പ്രാർത്ഥിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നതായ AP സർക്കിൾ അന്നപൂർണ സർക്കിളിലെ ശ്രീ ധർമ്മശാസ്ത്ര ഭജനാ മന്ദിരത്തിന്റെ അവർ നല്ല സ്വീകരണം നൽകിന്. അവർക്കും അമ്മ അനുഗ്രഹിക്കട്ടെ. അത് കഴിഞ്ഞ് നേരെ വന്ന് ഞങ്ങൾ ഗോപാലകൃഷ്ണ ഭജനാ മന്ദിരം, ഈ ജാദവ് സമുദായത്തിന്റെ പ്രധാനപ്പെട്ട ഭജനാ മന്ദിരമാണ് ഗോപാലകൃഷ്ണ ഭജനാ മന്ദിരം. അതിലും നല്ലതായ ഒരു സ്വീകരണം ഞങ്ങൾക്ക് അവർ കിട്ടി തന്നിട്ടുണ്ട്. അതിനും അമ്മ നല്ലതായ അനുഗ്രഹിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വരുമ്പോൾ പിന്നെ വന്നത് കുബ്രങ്കള പ്രാദേശിക വീട്ടിന്റെ ഒരു ഇതാണ് സ്വീകരണമാണ്. അവർക്കും അമ്മ ആയുസ് ആരോഗ്യ സുഖസമ്പത്ത് കൊടുക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ വരുമ്പോഴാണ് ഞങ്ങൾക്ക് തന്നത് രാഘവട്ടെ വീട്ടുന്ന ഒരു സ്വീകരണമാണ്. അവരുടെ മക്കളെ കുടുംബത്തിലെ വക അവർക്കും നല്ലതായ ഒരു ഭാഗ്യം ആ അമ്മ അനുഗ്രഹിക്കട്ടെ. അത് കഴിഞ്ഞ് നേരെ വരുമ്പോൾ ഞങ്ങൾക്ക് ജമാഅത്തിന്റെ കണക്കിൽ നല്ലതായ ഒരു സ്വീകരണം കിട്ടി. ആ മതേതരത്തിനെ കൊണ്ടു നടക്കാൻ ആ ജമാഅത്തുകാർ ഏതുപോലെ ഞങ്ങൾക്ക് സഹകരിക്കുന്നത് അതുപോലെ നമ്മളും അവർക്ക് സഹകരിച്ചിട്ട് മുന്നോട്ട് ആ മതേതരത്തിന്റെ പാരമ്പര്യ കുമ്പളായി പുണ്യഭൂമിയിൽ
ഞങ്ങൾ ഒഴിച്ചു കാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അവർക്ക് നല്ലതായ അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നത്. അതുപോലെ വന്ന് നേരെ എത്തുമ്പോൾ ഈ പുണ്യസന്നിധിയിലാണ്. അതിൽ ആര് ജാതി മത ഭേദമില്ലാതെ എല്ലാവരും സ്വീകരിച്ചിട്ട് അതിനമ്മ ആയുസ് ആരോഗ്യ സുഖ സമ്പത്ത് കൊടുത്തിട്ട് ആ വെച്ചതായ ആ മരത്തിന് അതിനെ യഥാവിധി ആചാര അനുഷ്ഠാനം പോലെ എല്ലാ കർമ്മങ്ങളും ചെയ്തിട്ട് അതിശീഘ്രമായിട്ട് ക്ഷേത്രത്തിന്റെ പണി നടന്നിട്ട് ജീർണോദ്ധാര കാര്യങ്ങൾ നടക്കുമ്പോൾ ആ കൊടിമരം സ്ഥാപിച്ചിട്ട് ജീർണോദ്ധാര കാര്യങ്ങൾ നടന്നിട്ട് ആ ഭരണി മഹോത്സവത്തിന്റെ പുണ്യ കാര്യങ്ങൾ അമ്മ നടത്തുവാൻ ഞങ്ങൾക്കും നിങ്ങൾക്കും എല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതേപോലെ ഞങ്ങൾക്ക് ആടെ മരം മുഹൂർത്താക്കുന്ന നേരത്തെ നമ്മൾക്ക് ആടെ പാത്തൂര് ഘടകത്തിൽ വെച്ചിട്ട് അയ്യങ്കാവ് താരമ്പരയിൽ വെച്ചിട്ട് അവര് ചായ ഉപാഹാരത്തിനും അന്നദാനത്തിന് എല്ലാ വ്യവസ്ഥകളും ആക്കിയത്. അതിന് ഏത് പ്രതിഫലമില്ലാതാണ് അവരാക്കിയത്. അതിന് ആദിഷ്ടമായി ഞങ്ങൾക്ക് അങ്ങനത്തെ അതുമായി നമ്മളെന്റെ ബന്ധക്കാരൊരു വീടുമായിട്ട് മാറിപ്പോയി. അങ്ങനെ അവർ ഏത് സന്തോഷത്തോട് നല്ല ഹൃദയത്തിന്റെ ഭക്തിയോട് തന്നതായ അതില് അവരെ കുടുംബത്തിലേക്ക് ആയുസ് ആരോഗ്യവും സുഖ സമ്പത്ത് സമാധാനം കൊടുത്തമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.